ഉൾവിളി എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ നമ്മളെന്തോ ഭയങ്കര അത്ഭുതമായിട്ട് കിടക്കും. പക്ഷെ നമ്മൾ ആ ഉൾവിളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളെ ബ്രെയിനിലെ 2 മേഖലയിൽ കിടക്കുന്ന അറിവുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്നാവാൻ സാധ്യതയുണ്ടാവും. മനസ്സിലായില്ല എങ്ങനെ? സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ഈ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലവും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ശരീര നിയന്ത്രണ തലമാണ്. പ്രപഞ്ചത്തിനൊരു ആശയമുണ്ട്. അതാണ് നമ്മൾ എവിടം വരെ, നമ്മുടെ ഭൂമി വരെ എത്തുന്നത്, ജീവജാലങ്ങൾ വരെ എത്തുന്നത്. എൻ്റെ സ്പിരിച്വൽ എന്താ? ദൈവവിശ്വാസമല്ല. മതങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ദൈവം ഭൂമി ഉണ്ടാക്കി, പിറ്റേന്ന് രാവിലെ ഇതുണ്ടാക്കി, ബ്രഹ്മാവാണ് ഇത് ഉണ്ടാക്കിയത്, ഇപ്പുറത്ത് മലക്കുകൾ മഴ പെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം മതങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. വിശ്വാസം തിരുത്തപ്പെടുന്നില്ല, തിരുത്തപ്പെടുന്നില്ല. ലോജിക്ക് തിരുത്തപ്പെടുന്നേ ഉണ്ട്. ലോജിക്കൽ തിരുത്തപ്പെടുന്നതാണ്. കഴിഞ്ഞു പോയ നമ്മളുടെ ജീവിത അനുഭവങ്ങളെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളെ സ്മൃതിതലം. ഇൻഡ്യൂഷൻ, ഉൾവിളി, ഈ മനസ്സിൻ്റെ ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ മാനസിക ലെവലിലെത്തിയാലേ മനുഷ്യന് നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു മിഥ്യാധാരണ സാധാരണ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിനോട് ഞാൻ എതിരാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണമെന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ട് സാധാരണപ്പെട്ട മനുഷ്യർ ഇതൊന്നും പഠിക്കാനോ അറിയാനോ ശ്രമിക്കില്ല. അതിന് കാരണം എന്താ അറിയാമോ? ഇതൊക്കെ വേറെ എന്തോ പ്രത്യേകമായിട്ടുള്ള ഭയങ്കര എന്തോ സാധനങ്ങളും വേറെ എന്തൊക്കെ ചെയ്തേ കിട്ടുള്ളൂന്ന് വിചാരിക്കുന്നവരുണ്ട്. പിന്നെ മനസ്സിനെ കുറിച്ച് ഭയങ്കര സിദ്ധി നേടിയവർക്ക് മാത്രമേ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്ന നിർബന്ധമുണ്ടാകും. അല്ല, ഉൾവിളി എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ നമ്മളെന്തോ ഭയങ്കര അത്ഭുതമായിട്ട് കിടക്കും. പക്ഷെ നമ്മൾ ആ ഉൾവിളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനകത്തൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഇൻഡ്യൂഷൻസ് പലപ്പോഴും ശക്തമാണ്, അല്ലെങ്കിൽ ശരിയാണ്. ആ ഇൻഡ്യൂഷൻസിനെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതിനേപോലൊരു സാധനം ഇൻഡ്യൂഷൻ്റെ അതേ സ്വഭാവത്തിൽ, അതേ നിക്കറുടുപ്പ് ഇട്ട്, അതേ രൂപത്തിൽ ഇപ്പുറത്തുണ്ട് ഇല്യൂഷൻ. മനസ്സിലല്ലേ? ഇപ്പം ജീവിതത്തിൽ ചിലർക്ക് ഇല്യൂഷനാണ് പോപ്പപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇല്യൂഷൻ പോപ്പപ്പ് ചെയ്തിട്ട് വല്ലപ്പോഴും ഇൻഡ്യൂഷൻ പോപ്പപ്പ് ചെയ്യുമ്പം ഈ ഇല്യൂഷനെയും ഇരട്ട പെറ്റ 2 മക്കളെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാഷ് ഉദ്ദേശിക്കുന്ന ഇല്യൂഷൻ അല്ലാതെ ഇൻഡ്യൂഷൻ എന്ത് രണ്ടിനെയും ഇവിടെ ഒന്ന് ഡിസൈൻ ചെയ്യും. അപ്പോൾ മാഷിൻ്റെ ഒരു അതായത് ഇപ്പം ഞാൻ ദൂരെ വെള്ളം കണ്ടു. എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കും കാണാൻ പറ്റിയില്ല വെള്ളം. ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകരുത്, അവിടെ വെള്ളമുണ്ട്. ഒരുപക്ഷെ വെള്ളം കാണുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ചില സ്ഫുരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ചില നിർദ്ദേശം എനിക്ക് കിട്ടി. ഞാൻ വെള്ളം കണ്ടു. ഞാൻ പറയുന്നു, അപ്പോൾ ഇവരാരും കേൾക്കുന്നില്ല, മുമ്പോട്ട് പോയി, വെള്ളമുണ്ട്. അത്രയും ദൂരം വെറുതെ നടന്നു, തിരിച്ചു വരേണ്ടി വന്നു. അവിടെ കടന്നു പോകാൻ പറ്റിയില്ല. നേരെ മറിച്ച് ഇതേപോലെ തന്നെ വെള്ളമില്ലാത്തൊരു സമയത്ത് എനിക്ക് വെള്ളമുണ്ടെന്ന് തോന്നി. രണ്ടും തോന്നലാണ്. ഓക്കെ. രണ്ടും ലോജിക്കലാണെന്ന് ചോദിച്ചാൽ ലോജിക്കലാണ്, ലോജിക്കൽ അല്ലയോ എന്ന് ചോദിച്ചാൽ ലോജിക്കലല്ല. പക്ഷേ ഇൻഡ്യൂഷനും ഇല്യൂഷനും ഒരേപോലെ നിൽക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിലെ ഇൻഡ്യൂഷനും ഇല്യൂഷനുമാണ്. അതായത് അതായത് ഈ ഉൾവിളി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് ഈ ടെലിപ്പതി അല്ല ഞാൻ പറയുന്നൊരു കാര്യം. ടെലിപ്പതി മീൻസ് നമുക്ക് ഇപ്പം മാഷ് വീട്ടിൽ വരുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നു. ഇത് ടെലിപ്പതി എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബ്രെയിനിൽ മറ്റെന്തെങ്കിലും ഇമോഷണലി കണക്ഷൻ ഉണ്ടാവും. സബ് കോൺഷ്യസ് മൈൻഡിൽ തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് തോന്നുന്നൊരു പ്രോസസ്സാണ്. പക്ഷെ ഞാൻ ഉൾവിളി എന്ന് പറയുന്നത് വേറൊരു, അതായത് നമ്മളുടെ വിജയ സാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരു സാധ്യതയുമില്ല, നമ്മളെ ബ്രെയിനിലെ 2 മേഖലയിൽ കിടക്കുന്ന അറിവുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്നാവാൻ സാധ്യത ഉണ്ടാവും. മനസ്സിലായില്ല? എങ്ങനെ? അതായത് നമ്മുടെ തലച്ചോറിൽ ഒരു സാധ്യതയില്ല. അതായത് ന്യൂറോൺസുകളിൽ തമ്മിൽ, ന്യൂറോൺസാണ് ഞാൻ അറിവെന്ന് പറയുന്നത്, ഒരു സാധ്യതയില്ല. അതായത് 2 സ്ഥലത്ത് കിടക്കുന്ന അറിവുകളെ എനിക്ക് ചിലപ്പോൾ നല്ലതായാം മോശപ്പെട്ടതാവാം, ഏതായാലും ശരി, 2 മേഖലയിലുള്ള അറിവുകളെ ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മുടെ ന്യൂറോൺസിന്റെ വലിപ്പം അറിയാമല്ലോ, ഇത് മനസ്സിലാക്കിയാൽ കുറച്ച് ലോജിക്കാണ് നമുക്കത്. അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പണ്ട് കളിച്ചുകൊണ്ട് കിടന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് അറിഞ്ഞിട്ടുള്ള കുറെ അറിവുകൾ, മനസ്സിലല്ലേ? ഇന്ന് ഞാനിപ്പോൾ ഈ പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള അറിവ് അത് കാലങ്ങളായിട്ട് അവിടെ കിടക്കാണ്, കഴിഞ്ഞു പോയ അതും ന്യൂറോണിൽ കിടപ്പുണ്ട്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ തമ്മിൽ, ഈ ന്യൂറോൺസുകൾ തമ്മിൽ ന്യൂറോൺസുകൾ അറിയാലോ, കണക്ട് ആവുന്ന അറിയാലോ, ഈ ന്യൂറോൺസുകൾ തമ്മിൽ കണക്ട് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇത് 2 മേഖലയുള്ള അറിവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്താണ്. ഇവർ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിപ്പിച്ചിട്ടില്ല. നമ്മളൊരു അറിവ്, ആ അറിയുമ്പോൾ അതിൻ്റെ ന്യൂറോൺസും അത് കണക്ട് ചെയ്താണല്ലോ പോകുന്നത്. 2 വഴിയിൽ കിടക്കുന്ന അന്വേഷണങ്ങൾ കൂട്ടിമുട്ടാൻ സാധ്യതയാണ് സത്യത്തിൽ
അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കാനായിട്ടൊരു കടപാട് വരും. അത് നിരന്തരം നമ്മൾ അത്തരം കാര്യങ്ങളെ ഇതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്യൂഷൻ ലെവൽ കൂടും. നമുക്ക് ഒരു വിഷയത്തെ നമ്മുടെ നിരവധി വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വീണ്ടും നമ്മളെ ന്യൂറോണുകളെ ഉണർത്തുകയാണെങ്കിൽ ഇന്ന് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പലതിൻ്റെയും ഓപ്ഷൻസ്, സാധ്യതകൾ, ഉത്തരങ്ങൾ ഉണ്ട്, നമ്മുടെ ബ്രെയിനിലുണ്ട്. ഇന്നെന്തായാലും നമ്മുടെ പ്ലാൻ എല്ലാ മനുഷ്യനും മുന്നോട്ട് വലിയ പ്ലാനുകളാണല്ലോ പോണത്. ആ പ്ലാനുകളിലൊക്കെ തട്ടുന്ന ഉപകാരപ്രദമാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ പല സ്ഥലങ്ങളായിട്ട് കിടപ്പുണ്ട്. എന്തോ ചെയ്തിട്ടില്ല, പരസ്പരം കണക്റ്റ് ആവാത്തത് കൊണ്ട് നമുക്ക് ഇതുമായിട്ട് ചേരുമോ ഇല്ലെന്ന് അറിയില്ല എന്നതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളിലുണ്ട്. ഇത് ആണ് ഞാൻ പറയുന്ന ഇൻട്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പലതിനും നമുക്ക് ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. നമ്മളിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് എളുപ്പമല്ല താൻ. പ്രാക്ടീസാണ്. അങ്ങ് സംസാരിക്കുന്ന എല്ലാ കാര്യത്തെ പറ്റിയും അങ്ങ് ലോജിക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെ അതെ. നിങ്ങൾ സംസാരിക്കുന്ന തലം പലപ്പോഴും, ഞാൻ കേട്ടിട്ടുള്ള തലം പലപ്പോഴും ഒരു ഇൻ്റലിജൻസിൻ്റെയോ ബ്രില്യൻസിൻ്റെയോ ഒരു എക്സലൻസിൻ്റെയോ സ്മാർട്ട്നെസ്സിൻ്റെയോ തലമല്ല, ഒരു ജ്ഞാനത്തിൻ്റെ തലമാണ്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും സ്പിരിച്വാലിറ്റി പറയുന്നത് സൂക്ഷ്മതയെക്കുറിച്ചാണ്. സൂക്ഷ്മമായി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തെ മാത്രമാണ് ഞാൻ സ്പിരിച്വാലിറ്റി സ്ഥൂലതയുമല്ലേ, സൂക്ഷ്മത മാത്രമല്ലല്ലോ. സൂക്ഷ്മത പോലെ തന്നെ സ്പിരിച്വാലിറ്റി സ്ഥൂലതയുമാണല്ലോ. സ്ഥൂലതയാവുമ്പോൾ ആത്മീയയിൽ നിന്ന് ഭൗതികതയിലേക്ക് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭൗതികതയിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഭൗതികതയിൽ നിന്ന് അല്ലേ മതാതീതയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണല്ലോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വലിയ വലിയ തിരിച്ചറിവാണല്ലോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് വളരെ സൂക്ഷ്മമാണ്. എന്നാൽ അതിന് വലിയ സ്ഥൂല ഭാവം ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഞാനത് ചോദിച്ചിട്ടുള്ള വിഷയം പറയണം. അത് ഓരോരുത്തരും ദർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ സ്പിരിച്വൽ എന്താ? ദൈവവിശ്വാസമല്ല, ദൈവത്തിൽ ഒരു കണക്ഷനും ഇല്ല. സ്പിരിച്വാലിറ്റി ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല. എന്നാൽ എനിക്കൊരു ദർശനം ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഒരു അളവിനെങ്കിലും ഒരു സാധനം എടുത്ത് വെക്കണമല്ലോ. അല്ല, ഞാനിവിടെ എൻ്റെ സംശയം അതല്ല. സുഭാഷ് ആദ്യം പറഞ്ഞൊരു കാര്യം ലോജിക്കിനെ പറ്റിയാണ്. അതായത് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മകൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ വീട്ടിലിരുന്ന് യൂണിവേഴ്സിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ ഇവൻ വാട്ട് ഈസ് യൂണിവേഴ്സ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് വായിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പം എനിക്കൊരു സംശയം തോന്നി. യൂണിവേഴ്സ് അല്ലല്ലോ, യൂണിവേഴ്സ് ഒരു പഴയ കോൺസെപ്റ്റാണ്. ഇപ്പം മൾട്ടിവേഴ്സാണ്. നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നത് യൂണിവേഴ്സ് ആണെല്ലാം. ലോകത്ത് യൂണിവേഴ്സിനകത്താണ് എല്ലാം. യൂണിവേഴ്സിനകത്താണ് സൂര്യനുള്ളത്, സൂര്യൻ്റെ അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ അതിനകത്താണ് ഭൂമിയുള്ളത്, ഭൂമിക്കകത്താണ് ഇന്ത്യ ഉള്ളത്, ഇന്ത്യക്കകത്താണ് കേരളം ഉള്ളത്, അവിടെയാണ് മലയാളം ഉള്ളത്. ഞാൻ ഓക്കെ, ഇത് ഭയങ്കര ലോജിക്കൽ തോട്ടായിരുന്നു ഒരു സമയം വരെ. ഭയങ്കര പ്രൂവണായിരുന്നു, സയൻസ് ആയിരുന്നു. ഒരു സമയമായപ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയുന്നു യൂണിവേഴ്സ് അല്ല, മൾട്ടിവേഴ്സാണ്. ഈ യൂണിവേഴ്സ് പോലെ കോടിക്കണക്കിന് യൂണിവേഴ്സുകൾ ചേരുന്ന ഒരു മൾട്ടിവേഴ്സാണ്. അപ്പോൾ അന്ന് വരെയുള്ള ലോജിക്ക് അന്ന് മുതൽ ഇല്ലോജിക്കായി. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ചിന്തയുടെ ലോജിക്കിനെ പറ്റി അങ്ങ് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അല്ല, അവിടെയാണ് അത് ലോജിക്കലിന് മാത്രമേ തിരുത്തലുകൾ വരൂ. അത് ഓക്കെ, മനസ്സിലല്ലേ? ലോജിക്കലിൽ മാത്രമേ തിരുത്തലുകൾ വരൂ. ലോജിക്ക് ഇല്ലാത്തതിൽ തിരുത്തലുകൾ വരില്ല, വിശ്വസിക്കേണ്ടി വരും. അല്ല, അത് അവിടെയല്ലേ സ്പിരിച്വാലിറ്റിയുടെ പ്രസക്തി. അതാണ്, അതായത് ഇപ്പൊ ഭൂമി ഉരുണ്ടതല്ല എന്നൊരു പരിധി വരെ, ഒരു കാലം വരെ വിശ്വസിച്ച് കപ്പലുകളൊക്കെ ഒരു പരിധിക്കപ്പുറം പോവാതെ മനുഷ്യൻ മാനേജ് ചെയ്ത് പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തി. ഇപ്പോഴും ഭൂമി ഉരുണ്ടതല്ല എന്ന് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, വിശ്വസിക്കുന്ന ആൾക്കാർ ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ ലോജിക്ക് എന്ന് ലോജിക്കാണ് ഒരിക്കലും ലോജിക്കല്ലാത്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ നമുക്ക്? ഇല്ല, അതായത് നമുക്കൊന്നിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കതിനൊരു ലോജിക്കലി ആണെങ്കിൽ നമ്മുടെ ചിന്ത കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇതേ ഹെൽത്തി തോട്ടിൽ നിങ്ങൾ കഴിഞ്ഞ 30 വർഷമോ അല്ലെ 15 വർഷം മുമ്പ് വരെയോ അല്ലെങ്കിൽ 20 വർഷം മുമ്പ് വരെയോ നിങ്ങൾ യൂണിവേഴ്സിനെ പറ്റി ചിന്തിച്ചിരുന്നു. അത് മൾട്ടിവേഴ്സായി മാറിയപ്പോൾ ആ ലോജിക്കിന് പ്രസക്തി ഇല്ലാതായില്ലേ എന്നുള്ളത്. അതാണെന്ന്, അതായത് എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് പറയുന്നില്ലല്ലോ. അതാണ് പോയിന്റ്. ഞാൻ പറയുന്നില്ല, അങ്ങനെ അവകാശപ്പെടുന്നില്ല. അങ്ങനെ അവകാശപ്പെടുന്ന ആർക്കാണ് പറ്റുന്നത്?
മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ദർശനങ്ങൾക്കും പറ്റുന്നുള്ളൂ. മതങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ദൈവം ഭൂമി ഉണ്ടാക്കി, പിറ്റേന്ന് രാവിലെ ഇതുണ്ടാക്കി, ബ്രഹ്മാവാണ് ഇത് ഉണ്ടാക്കിയത്, ഇപ്പുറത്ത് മലക്കുകൾ മഴ പെയ്യിപ്പിക്കുന്നു, ഇതെല്ലാം മതങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. വിശ്വാസം തിരുത്തപ്പെടുന്നില്ല, തിരുത്തപ്പെടുന്നില്ല. ലോജിക്ക് തിരുത്തപ്പെടുന്നേ ഉണ്ട്. ലോജിക്കിൽ തിരുത്തപ്പെടുന്നതാണ്. ലോജിക്ക് തിരുത്തപ്പെടുന്ന പറഞ്ഞ കാര്യം എന്താണ്? ലോജിക്ക് ഒരു ലോജിക്കായിട്ട് നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന്റെ ചുറ്റിലും ഹൂക്ക് പോലെ സംശയങ്ങൾ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. തെളിവുകളുണ്ടല്ലോ. ലോജിക്ക് അല്ല, അതല്ലാതെയും ഇതിനെ കണക്ട് ചെയ്യും. അല്ലാതെ വീണ്ടും എന്ത് ചെയ്യും? ഹൂക്കുകൾ ഇടും. അടുത്ത ഇതുമായി എവിടെയെങ്കിലും തൊടുത്തി ഇതിനെ തിരുത്താൻ ലോജിക്കിൽ പോകുന്ന ആളുകളെ പറ്റും. ഇത് തിരുത്തപ്പെടേണ്ടതാണോ എന്നുള്ളൊരു ചിന്ത ലോജിക്കിന് എപ്പോഴും ഉണ്ടാവും. പക്ഷെ മതാതീത ചിന്തകൾക്ക് അങ്ങനെയില്ല, ഉണ്ടാവില്ല. വിശ്വാസമാണ്. ആചാരങ്ങളെ ലംഘിക്കാൻ സമ്മതിക്കത്തില്ല, അതേത് മതമായാലും. മനസ്സിലായല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ ഇത് വരും. അത് മാത്രമല്ല, നമ്മളെ ഇപ്പോ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട തലം നേരത്തെ പറഞ്ഞ അത് നമ്മൾ പലതിലും ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന മനസ്സിന്റെ ഒരു തലം ഉണ്ട്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു തലം. അതിലാണ് നമ്മൾ ഈ ശ്വാസം വിട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു വന്നത്. മനസ്സിലായല്ലേ? എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാം, നമ്മളിപ്പോൾ ഡ്രൈവിങ് ചെയ്യുന്നതായാലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ മസിൽ മെമ്മറി ആയിട്ട് ഇണങ്ങി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ ബ്രെയിനകത്ത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു തലമുണ്ട്. അതേപോലെ തന്നെ ആ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കാനുള്ളൊരു തലമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ചിന്തകളെയും എന്താണത്, അതെനിക്കത് ഒന്നുകൂടെ. അതായത് മാസ്റ്റർ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്. നേരത്തെ ചോദിച്ച ഒരു കാര്യമാണ്. അതായത് പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്തേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്ന് പറയുന്നതിൻ്റെ ആൻസറിൽ നിന്നാണ്, അല്ലെങ്കിൽ അഭിപ്രായത്തിൽ നിന്നാണ് മാഷ് വീണ്ടും വിഷയം വേറെ കൊണ്ടുപോകണം. ഞാൻ തിരിച്ച് ഇതിൽ വരികയാണ്. ക്ഷമിക്കണം, ആകാംക്ഷ ഉണ്ട്. ഇത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വയമായിട്ട് വരും. അത് മാത്രമല്ല, നമ്മുടെ ബ്രെയിനിന്റെ മറ്റൊരു കാര്യവും കൂടിയാണ് തുടർചിന്ത. തുടർചിന്തയില്ലെങ്കിൽ ലോജിക്ക് കട്ടാവും. ഒന്ന് തുടങ്ങി മറ്റേത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കും, തിരിച്ചവിടെ എത്തണം. അല്ല, നമ്മൾ ആ പറയുന്ന ഓരോ കാര്യത്തിനും, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ഉദാഹരണത്തിന്റെ അകത്തുള്ള വേറൊരു വിഷയത്തെ എടുത്ത് വെച്ചിട്ട് പോവും. ഞാനിപ്പോ അത് ഇന്റർവ്യൂലായിട്ട് പറഞ്ഞല്ല, ഞാനത് ഒരു പ്രധാനപ്പെട്ട ഒരു അപ്പൊ അതിന് പക്ഷെ ഈ തുടർചിന്ത കണക്ട് ചെയ്തിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളെയും കൃത്യമായിട്ട് കിട്ടും. ആ കിട്ടിയ കാര്യങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവണം. ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണല്ലോ, കണ്ടെത്താൻ. അപ്പൊ ഞാനിപ്പോൾ നേരത്തെ മാഷ് ചോദിച്ചിന്റെ ആണ്, അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളുടെ ആ വിഷയങ്ങളെ എങ്ങനെ കൊടുക്കാം എന്ന് ചോദിച്ചല്ലോ. ഇപ്പൊ ഒരു ഫയറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയ പറഞ്ഞല്ലോ. അതിന്റെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളൊരു മാങ്ങ ഒരു മാവിൽ നിന്നൊരു മാങ്ങ എറിഞ്ഞിടാൻ വേണ്ടി 10 കല്ലുകൾ ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, 10 കല്ലുകൾ ഉപയോഗിച്ചു. അപ്പോൾ അതായത് 10ാമത്തെ കല്ലെറിഞ്ഞാണ് ആ മാങ്ങ വീണത്. അപ്പോൾ ഓരോ മാങ്ങ എറിഞ്ഞിടുന്ന സമയത്തും ആ ചുറ്റുപാടും കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. വീണത് ഒരു മാങ്ങയാണ്, 10 കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാമ്പഴം കിട്ടിയ ഉടനെ അതെടുത്ത് സന്തോഷത്തോടു കൂടി ആ മാമ്പഴം കിട്ടിയതിലും എനിക്ക് എറിഞ്ഞിടാൻ പറ്റിയതിലുമുള്ള സന്തോഷം ഉണ്ടാവുന്നവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നതും 9 കല്ല് നഷ്ടമായിപ്പോയി, 9 കല്ല് എറിഞ്ഞിട്ട് വെറുതെ പോയി എന്ന് ചിന്തിക്കുന്നവന് രജിസ്റ്റർ ചെയ്യുന്നതിന് രണ്ടാണ്. രണ്ട് തലമാണ്. അതായത് അവൻ്റെ ശരീര നിയന്ത്രണ തലം ഓൾറെഡി, അതായത് ഈ 10 കല്ല് എറിയുമ്പോൾ ഓരോ കല്ല് എടുത്ത് എറിയുമ്പോഴും അത് വീഴാതെ പോകുമ്പോഴും അതിൻ്റെ ഉയരം, എൻ്റെ കൈയുടെ ഊക്ക്, കല്ലിൻ്റെ വെയിറ്റ്, ഇതെല്ലാം നമ്മുടെ മനസ്സ് കണക്ട് ചെയ്താണ് അതിലേക്ക് ഉന്നം ഉണ്ടാക്കുന്നത്, ഏതൊരു വരുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് ചെയ്തരുമോ നമ്മൾ ഈ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ട് തള്ളുന്നു. രജിസ്ട്രേഷൻ ഇല്ലാണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യില്ല. അതായത് അവന് പിന്നീട് എറിയണമെങ്കിൽ 15 കല്ലെങ്കിലും വേണം. മറ്റവനാണെങ്കിൽ കിട്ടി, എനിക്കത് പറ്റി. ഇതാണ് നേരത്തെ മാഷ് പറഞ്ഞതിന്റെ മറ്റൊരു ഫയർ. ചിലപ്പോൾ 11ാമത്തെ കല്ലെറിഞ്ഞാൽ അവന് വീണ്ടും മാങ്ങ വീഴും, മറ്റവന് 11 വീണ്ടും ഇടേണ്ടി വരും അല്ലേ? അല്ല, അവനെ സംബന്ധിച്ച് 11 എറിഞ്ഞു എന്നുള്ളതൊന്നും അല്ല, മാങ്ങ കിട്ടി എന്നുള്ള മാത്രമേ. മാങ്ങ കിട്ടി അതിൽ സംതൃപ്തി ആകുമ്പോഴത്തേക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഏരിയ നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് സ്മൃതി. 10 കല്ലെറിഞ്ഞിട്ടും മാങ്ങ കിട്ടാത്ത ഒരാളുടെ അവസ്ഥ
പിന്നെ ആ വഴിക്കേ പോകില്ല. പറ്റാത്തവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മാറുകയും ചെയ്യും. പറ്റത്തില്ല നല്ല സേവ് ചെയ്യുന്നത്. എനിക്ക് വാങ്ങാൻ ഇഷ്ടമല്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ആ അവസാനം പറഞ്ഞ സ്മൃതി തലത്തിലേക്കാണ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാവുന്ന. മനസ്സിലായില്ലേ? അത് സബ് കോൺഷ്യസിലാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ഈ ശരീര നിയന്ത്രണ തലവും എന്ന് പറയുന്ന തലവും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ശരീര നിയന്ത്രണ തലമാണ്. ശരീര നിയന്ത്രണ തലത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ നമ്മൾ കണ്ണ് ചിമ്മുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ എടുക്കുന്നതായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളെ, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള എനർജി എത്തിക്കൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞ സ്മൃതിതലം. കഴിഞ്ഞു പോയ നമ്മളുടെ ജീവിത അനുഭവങ്ങളെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളെ സ്മൃതിതലം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെ ഞാൻ അതിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ലോ ഓഫ് അട്രാക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെ കണക്ട് ചെയ്താലേ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നില്ല എന്നുള്ളത് അറിയാൻ പറ്റും. അത് നമ്മൾ അപ്പോൾ രണ്ടാമത്തെ ആണ് സ്മൃതിതലം എന്ന് പറയുന്നത്. സ്മൃതിതലത്തിനകത്ത് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മാങ്ങ എറിഞ്ഞിട്ട കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ സന്തോഷങ്ങളാണോ കൂടുതൽ ദുഃഖങ്ങളാണോ കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ശരീര നിയന്ത്രണ തലവും നമുക്കിപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ശരീരം പിന്നീട് പെട്ടെന്ന് ഇണങ്ങാനും നമ്മൾ അത്തരം പ്രവൃത്തിയിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതാണോ നമ്മുടെ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നത്? അതാണ് നെക്സ്റ്റ് അടുത്ത സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി മൂന്നാമത്തെ തലമാണ് ക്രിയാശക്തി തലം എന്നുള്ള തലമുണ്ട്. ആ തലത്തിന് അതിലേക്ക് വരുമ്പോഴാണ്, അതായത് സ്മൃതി തലം എന്ന് പറയുന്നത് പാസ്റ്റിലെ ഓർമ്മകളെയാണ് വെക്കുന്നതെങ്കിൽ ക്രിയാശക്തി തലം എന്ന് പറയുന്നത് അടുത്ത ഫ്യൂച്ചറിലെ പ്ലാനുകളെയാണ് സെറ്റാകുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ പ്രായത്തിനിടയിൽ എനിക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന 1,00,000 സന്ദർഭങ്ങൾ കടന്നുപോയി എന്ന് വയ്ക്കുക. എനിക്ക് ദുഃഖം തരുന്ന 10,000 സന്ദർഭങ്ങൾ കടന്നുപോയി എന്ന് വയ്ക്കുക. മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രക്രിയ വെച്ചിട്ട്, ഒരു രീതി വെച്ചിട്ട് ഞാൻ ഈ 1,00,000-ത്തേക്കാൾ ഒരുപക്ഷെ എൻ്റെ മെമ്മറിയിൽ വളരെ ശക്തമായി കിടക്കുന്നത് ഈ 10,000 ആയിരിക്കും. അതായത് എനിക്ക് ദുഃഖം തന്നത്, എനിക്ക് പരാജയം തന്നത്, എന്നെ വിഷമിപ്പിച്ചത്, എന്നെ സങ്കടപ്പെടുത്തിയതുമായ മെമ്മറികളായിരിക്കും. എനിക്കൊന്ന് എല്ലാ മനുഷ്യർക്കും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. സന്തോഷം തരുന്ന മെമ്മറികൾ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും അറിയാതെ പോപ്പപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വരുന്നത് ഈ ദുഃഖം തരുന്ന മെമ്മറികളാണ്. അപ്പോൾ ഈ ദുഃഖം തരുന്ന മെമ്മറികൾക്ക് ഇത്രയും സ്ട്രോങ് ആയ മാർക്സാണ് ബ്രെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഉറപ്പായിട്ടും. അപ്പോൾ ഈ ദുഃഖം തരുന്ന മെമ്മറികളാണ് കൂടുതലായും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെയും നമ്മുടെ സ്വഭാവത്തെയൊക്കെ രൂപപ്പെടുത്തുന്നതെന്ന് ചിന്തിച്ചൂടെ? ഈ ദുഃഖം തരുന്നത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നമ്മുടെ വികാരങ്ങളാണല്ലോ ഇതിനകത്ത് ഏതൊരു കാര്യത്തിലും കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ അതിൽ നമ്മൾ ഈ ദുഃഖം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലിംബിക് സിസ്റ്റത്തിനകത്തേക്ക് മാത്രം വരും. നമ്മൾ നിയോ കോർട്ടെക്സ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ ബോധതലത്തിൽ നിന്ന് നമ്മുടെ ഫീലിങ്സുകളിലേക്ക് മാത്രം കൂടുതൽ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ അതങ്ങനെയാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് 100-ൽ 95 പേരും പരാജയപ്പെടുകയും 5 പേര് മാത്രം വിജയിക്കുകയും ചെയ്യുന്നത്. ആ വിജയിക്കുന്നവരൊക്കെ തിരിച്ചാണ് ചിന്തിക്കുന്നവരാണ്. ഈ സന്തോഷമായ നിമിഷങ്ങളെ പോപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആണ്. അതാണ് കുറച്ച് പേരിൽ വിജയവും കൂടുതൽ പേര് പരാജയവും വരുന്ന കാരണം. ഒരു കൂട്ടം ന്യൂറോൺസ് നമ്മളെ പരാജയങ്ങളുടെ ഡേറ്റാസുകൾ കടന്നുപോയ ന്യൂറോൺസുകളാണെന്ന് വിചാരിക്കുക. അവരൊരു ടീമുണ്ടാവും. കാരണം അതിനകത്ത് അവരുടെ ഡേറ്റാസാണ് കിടക്കുന്നത്. പിന്നെ വിജയത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ടിരുന്ന, അതിനെ സന്തോഷിച്ചിരുന്ന വളരെ കുറച്ച് ന്യൂറോൺസുകളും. ഇതാണ് നമ്മൾ പറഞ്ഞ ദുഃഖം കൂടുതലുണ്ടെന്നും ഇത് നമ്മളുടെ വിജയം കുറച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ന്യൂറോൺസിൻ്റെ എണ്ണം അവിടെ കുറവെന്നാണ് അർത്ഥം, വേറെ ഒന്നുമില്ല. എത്ര സിമ്പിളായത് നമുക്ക് അതിനെ ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് നമ്മൾ പുതിയൊരു പ്ലാൻ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതും ന്യൂറോൺസാണ് കൊണ്ടുപോകണേ. ഈ ന്യൂറോൺസ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിൽ ആരാണ് ആദ്യം കേച്ച് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ പ്ലാൻ പൊളിയണോ, ഈ ഉപേക്ഷിക്കണോ, കളയണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ പരാജയപ്പെട്ടവരാണ് കയറി അവരുടെ ഡേറ്റാസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇദ്ദേഹം എന്ത് ചെയ്യും? ഫെയിലിൽ തന്നെ പോകും. അപ്പൊ ജി കെ പറഞ്ഞത് വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്വഭാവമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയുള്ള ആൾക്കാരെ ഓർത്തിരിക്കുകയാണെങ്കിൽ ആ ന്യൂറോൺസാണ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളും പരാജയപ്പെടും.
ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനെ തിരിച്ച് എന്ത് ചെയ്യുക, അവിടെയാണ്. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവ് ഉള്ള സാധനങ്ങൾ മറക്കാൻ ശ്രമിച്ചാൽ പോരെ? മറക്കാൻ പറ്റുമോ? ഈ നെഗറ്റീവുള്ള കാര്യങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതിനകത്ത് റിസൾട്ട് ഉണ്ട് നമുക്ക്. മനസ്സിലല്ലേ? നെഗറ്റീവിനകത്ത് നമുക്കൊരു അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്കിടയിൽ ഉണ്ടാകുന്ന കളയാണ്, പുല്ലാണ് എന്ന് വിചാരിക്കുക. നെഗറ്റീവ് പരാജയങ്ങൾ അതിനെ എന്താണ് ചെയ്യുന്നത്? അതിനെ പറിച്ചിട്ട് അത് തന്നെ അഴുക്കി വളമാക്കിയിടുന്നു. മനസ്സ് തന്നെയാണ് പ്രകൃതി. കറക്റ്റാണ്. അത് പറിക്കുക, അവിടെ തന്നെ വളമാക്കുക. അപ്പൊ നമുക്കുണ്ടായിട്ടുള്ള നെഗറ്റീവുകളെ മറക്കലല്ല, കളയുണ്ടെന്ന് വെച്ച് കൃഷി ചെയ്യാതിരിക്കുന്ന രീതിയാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി? മറക്കേണ്ട ആവശ്യമില്ല, അതിനെ പറിച്ച അല്ല. അതും കൂടിയാണ് നമ്മളായി നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ലൈഫ് സ്പേസിന്റെ എക്സ്പീരിയൻസ്. ഇത്ര മനോഹരമായിട്ടാ ജീവിതത്തെ പ്രകൃതി ഡിസൈൻ ചെയ്തേക്കുന്നല്ലേ. അല്ല, അപ്പൊ ഇങ്ങനെയുള്ള എത്രത്തോളം കളകളുണ്ടോ അത്രത്തോളം നമുക്ക് വളക്കൂറായി മാറ്റും. അതെ അല്ലേ? സക്സസിലേക്ക് എത്താം. കറക്റ്റ്. ഇങ്ങനെയാണ് നമുക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ എത്താൻ പറ്റുന്നു? അല്ല, ഇതേ ചിന്തകൾ തന്നെ മറ്റു പലരും പല രീതിയിൽ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഒന്നുകൂടെ ഒരു സാധാരണ ചിന്തയിലേക്ക് എത്തി സാധാരണ മനസ്സിലാവുന്ന തലത്തിൽ അങ്ങ് ഇത് ഡിഫൈൻ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ക്രിയാശക്തി തലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പാസ്റ്റിലെ, അതെ, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള, അതായത് വരും കാലങ്ങളിലേക്കുള്ള പ്ലാൻ എല്ലാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ, ശരീര നിയന്ത്രണ തലവും സ്മൃതി തലവും. ഇപ്പൊ സ്മൃതി തലത്തിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അതായത് സ്മൃതി തലത്തിൽ ഒരു വലിയൊരു ലൈബ്രറി ആണെന്ന് വിചാരിക്കുക. ആ ലൈബ്രറിയിൽ ഒരു ലൈബ്രറിയൻ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പുതിയൊരു ആഗ്രഹം വെക്കുകയാണ്, നാളെ ഞാൻ ഇതിങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഫീലിങ്സ് ആകുന്ന പേന കൊണ്ടാണ് ചിത്രം വരച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹം ഓടിപ്പോയി നോക്കും. ഓടിപ്പോയി നോക്കിയിട്ട് പറയും, അതായത് ആരെടുത്താ പറയണേ? എൻ്റെ ക്രിയാശക്തി തലം. ക്രിയാശക്തി തലം മാഗ്നറ്റിക് പവറുള്ള തലമാണ്, പ്രവൃത്തിയുടെ തലമാണ്. മുന്നോട്ടുള്ള പ്ലാനുകളല്ല, നമ്മൾ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനോ ഈ മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുന്നത് അവിടെയാണ്. ഈ ക്രിയാശക്തി തലത്തിനകത്താണ് നടക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആ ലൈബ്രറിയൻ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കാവൽക്കാരൻ ഓടിപ്പോയിട്ട് നമ്മുടെ പഴയ കാലത്തിലെ അനുഭവങ്ങളുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കും. മനസ്സിലല്ലേ? അപ്പോൾ സബ് കോൺഷ്യസ് എന്നിട്ട് ആരെടുത്ത് പറയും? ഈ ക്രിയാശക്തി തലത്തിനടുത്ത് പറഞ്ഞു, നാളെ മുതൽ ഞാൻ പ്ലാനാണ്, ഞാൻ അങ്ങോട്ട് സെറ്റാണ്, ഞാൻ എല്ലാത്തിനും തയ്യാറായി, എനിക്കിതെല്ലാം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്തു തുടങ്ങും എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം സ്മൃതി തലത്തിനകത്ത് എല്ലാവരും നോക്കിയിട്ട് പറയും, ചുമ്മയാണ്, ഒരുപാട് തവണ കൊണ്ട് ഇത് തന്നെ പറയണത്, പല തവണയായിട്ട് പറഞ്ഞത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും നടത്തിയിട്ടില്ല. അതായത് നമ്മൾ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ വരെ അവിടെ രജിസ്റ്റർ ആണല്ലോ, ഇവന്റെ പരാജയങ്ങൾ വരെ. ഇദ്ദേഹം ഈ തലം, സ്മൃതി തലം എങ്ങനെയാണോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ വിജയിക്കുക. ക്രിയാശക്തി തലത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് നമ്മളുടെ സ്മൃതി തലമാണ്. അപ്പൊ സ്മൃതി തലത്തിൽ കറക്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പൊ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൊണ്ടായിരിക്കും ജി കെ പലർക്കും പല രീതിയിലാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ സ്മൃതി തലത്തിൽ നമുക്ക് എങ്ങനെ, അതായത് നമ്മുടെ മെമ്മറിയിൽ ഉള്ള നമ്മളുടെ കോൺഫിഡൻസ് മുതൽ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ഫോർകാസ്റ്റ് ഉൾപ്പെടെ നമ്മൾ അസ്യൂം ചെയ്ത ഓരോ പ്രോജക്റ്റിൻ്റെ പിന്നാലെ പോകുന്നത് ഉൾപ്പെടെ നമ്മളെ നിരുത്സാഹപ്പെടുത്തി പിന്തിരിപ്പിച്ച് നിർത്തുന്ന സ്മൃതി തലത്തെ കറക്റ്റ് ചെയ്യാൻ മാർഗങ്ങളില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് സംതൃപ്തി, ഹാപ്പി ഹോർമോൺ, സംതൃപ്തി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ വിജയം. അതല്ല നമ്മളെ പണ്ടേ അനുഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ബ്രെയിൻ അത് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എത്രമാത്രം പറഞ്ഞു ഞാൻ ഇനി വീട് വരെ പോയിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് അടുത്ത ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ ഇതിനേക്കാൾ ഫാസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അയ്യോ ഞാൻ പറഞ്ഞ് ശരിയായില്ല, എന്നെ അത്രയും ദൂരം വിളിച്ച് ഇങ്ങനൊരു ഇത് ചെയ്തിട്ട് ഇനി ഇതെന്താ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരാൾ വിളിക്കുമ്പോൾ തന്നെ ഇത് മൊത്തം കൂടെ രജിസ്റ്റർ ആയി കിടക്കുകയാണ്. അയ്യോ ഞാനവിടെ പോയ പരാജയം. ഈ സംഭവം വരും. സിമ്പിളാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ ചിന്തിക്കുന്ന, ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, ഇത്ര രസകരമായി, ഇനി ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാം. ഈ വേറിട്ട ചിന്താതലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും
ആ ചിന്താതലത്തിൻ്റെതായ ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ അതോ? ഇല്ല, ഇല്ല. ബുദ്ധിമുട്ട് ഇത് ഇങ്ങനെ പോലും നമ്മളിങ്ങനെ ഈ ഒരു ഇതായിട്ട് നടക്കാനല്ല. പക്ഷെ നമുക്കത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ആശയ രൂപീകരണം. നമ്മൾ ഏതൊരു കാര്യം കിട്ടുമ്പോഴും പ്രപഞ്ചത്തിനൊരു ആശയമുണ്ട്. അതാണ് നമ്മൾ എവിടം വരെ, നമ്മുടെ ഭൂമി വരെ എത്തുന്നത്, ജീവജാലങ്ങൾ വരെ എത്തുന്നത്. പിന്നെ നമ്മൾ രാജ്യങ്ങളായിട്ട് തിരിച്ചു 7 ഭൂഖണ്ഡങ്ങൾ വരെ വേണമെങ്കിലും 7 കരകളായിട്ട്, വൻകരകളായിട്ട് മാത്രമേ പ്രപഞ്ചത്തിന് തിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ മനുഷ്യനാണ് തിരിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ പിന്നെ എന്താണ്, അതിന് ഓരോ ഭൂഖണ്ഡത്തിലും ഇത്ര രാജ്യങ്ങൾ, ഓരോ രാജ്യത്തിലും സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളിലും ജില്ലകൾ, ഓരോ ജില്ലകളിൽ ഇത് മനുഷ്യൻ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് നോക്കട്ടെ, വേൾഡ് ബാങ്കോട്ട് ഇങ്ങോട്ട് നോക്കട്ടെ, കോടതിയിലെടുത്ത് നോക്കട്ടെ, എല്ലാത്തിനും ഒരു ആശയ രൂപീകരണത്തിനകത്ത് ആ സിസ്റ്റമാണ് ഈ പ്രപഞ്ച അല്ലെങ്കിൽ മനുഷ്യന്റെ ഇത്രയും കഴിവുകളെ നിലനിർത്തിയിരിക്കുന്നത്. ഒരു ക്രമപ്പെടുത്തൽ. ആ സാധനം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ എനിക്കതില്ല എന്ന് മാത്രമല്ല, നമ്മളിത് കഴിഞ്ഞാൽ കൂളായിട്ട് നമ്മൾ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മൾ വിളിച്ചോണ്ട് വന്ന് ഇങ്ങനെയൊക്കെ അതാണ് ഇമ്പോർട്ടന്റ്. അതായത് ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന ആള് ഇതിനുശേഷം ഇന്ന വേഷത്തിലോ ഇന്ന വണ്ടിയിലോ ഇന്ന സ്ഥലത്തിലോ യാത്ര ചെയ്യണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അതാണ് പറഞ്ഞത്. നമ്മൾ അത്രയും കൂളായിട്ട് സഹകരിച്ച് കളിച്ച് ചിരിച്ച്, ഇനി നമ്മളെ നാട്ടിൽ ചെന്നാൽ നമ്മളെ ഇതിനു മുമ്പ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന സുഹൃത്തുക്കൾ അതേപോലെ വിളിച്ച് സംസാരിക്കണം. സുഭാഷിന്റെ ഉപജീവന മാർഗം എന്താ? എനിക്ക് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നത് റിങ്ങിന്റെ വർക്കാണ്, കിണറിന്റെ വർക്കാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്, കുറച്ച് നാളുകളായി ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നു. ഞാൻ ഫാമിലി ഒരു മോളുണ്ട്, തനയ എസ് ദ്രാവിഡ് എന്നാണ് പേര്. പിന്നെ വൈഫ് അനസൂയ. എന്താ തനയ എസ് ദ്രാവിഡ്. എല്ലാം നൈസ് പേരുകളാട്ടോ. തനയ എന്നുള്ളവരും അതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത പേരാണ്. എന്തായാലും നമുക്ക് സുഭാഷിന്റെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ABC-യിൽ ഉണ്ടാവും.